കാണാതായ വയോവൃദ്ധനെ കണ്ടെത്തി. കൊല്ലം കടപ്പാക്കടയിൽ നിന്നാണ് വയോവൃദ്ധനെ അബോധാവസ്ഥയിൽ കൺട്രോൾ റൂം പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ഉദ്യോഗസ്ഥർ വിവരം ബന്ധുമിത്രാദികളെ അറിയിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തോട്ടത്ത് വീട്ടിൽ 85 വയസ്സുള്ള നടരാജനെയാണ് കണ്ടെത്തിയത്. വിവരമറിഞ്ഞ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തുകയും അബോധാവസ്ഥയിലുള്ള നടരാജനെ സന്ദർശിക്കുകയും ചെയ്തു. എന്തായാലും തുടർന്നുള്ളത് മരണപ്പെട്ടയാളുടെ മകൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വീട്ടിലെ ഒരു മരണാന്തര ചടങ്ങ് നടക്കുന്ന രീതിയിൽ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയും. അച്ഛന് മിസ്സിംഗ് കേസായിരുന്നു. ആദ്യമേ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കണ്ടെത്തി. പക്ഷേ അതിന് മുമ്പ് FIR ഫയലും ചെയ്തു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ പറ്റിയില്ല. ആ കാരണം കൊണ്ട് പിന്നൊരു പരാതി വന്നാൽ പോസ്റ്റ്മോർട്ടം ഇല്ലാതെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കുകയും അതിനുശേഷം നടന്നത് ഒരു ആക്സിഡൻറ്റ് ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്, അച്ഛനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് അച്ഛൻ്റെ രക്തസാമ്പിളും ഹെയറും സാമ്പിളായിട്ട് വേണമെന്ന് പറഞ്ഞ് രണ്ടാമത് ഇവിടുന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. ചേട്ടാ, എന്താണ് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നാണ് അച്ഛനെ മിസ്സിങ് ആയത്? അച്ഛനെ പിന്നെ തിരിച്ചു കിട്ടിയ എപ്പോഴാണ്? അന്നേരം എന്തവസ്ഥയായിരുന്നു? പിന്നെ എങ്ങനെയാണ് ഹാജരാക്കണമെന്ന് അതിനെക്കുറിച്ച് പറയൂ. അച്ഛനെ മിസ്സായത് 5-ാം തീയതിയാണ്. അച്ഛനെ തിരിച്ചു കിട്ടുന്നത് 6-ാം തീയതിയാണ്. എവിടുന്നാണ് അത്? വഴിയിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്നതാണ് അച്ഛനെ പെട്രോളിംഗ് പോലീസാണ് കൊണ്ടുപോയത്. ഇപ്പോൾ CCTVയിൽ കൺഫേം പറയുന്നത് ടൗൺ അതിർത്തിയാണ് പറയുന്നത്. കടപ്പാക്കടക്കിപ്പുറം ടൗൺ അതിർത്തിയാണ് പറയുന്നത്. ഓക്കെ. ആ കിട്ടും കോമാവസ്ഥയിലാണ്. അത് പെട്രോളിംഗ് പോലീസ് ആംബുലൻസിനെ വിളിച്ച് ഡിസ്ട്രിക്ട് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വിളിച്ചത്. അവിടെ നിന്നാണ് ഞാൻ സ്വന്തമായിട്ട് അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അന്വേഷണത്തിനകത്ത് നമുക്ക് അത്ര അറിയില്ലായിരുന്നു. കാഷ്വാലിറ്റിയിൽ പേഷ്യൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞില്ല, ഉണ്ടെന്ന് അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ ശേഷം സുഹൃത്തുക്കളും ബന്ധുക്കാരും ഒക്കെ അന്വേഷിച്ചതിനകത്ത് ഒരു ഫോൺ വന്നു, കാഷ്വാലിറ്റിയിൽ ആൾ ഉണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടുന്ന് അന്വേഷിച്ചിറങ്ങിയിട്ട് ഒരു അരമണിക്കൂറിനകത്ത് ശേഷം വീണ്ടും ഈ ഫോണിൽ കോൾ വന്നതിന് ശേഷം ഞാൻ വീണ്ടും അവിടെ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ആൾ കോമ സ്റ്റേജിലായിരുന്നു. എപ്പോഴാണ് പിന്നെ അവിടുന്ന് അച്ഛനായിട്ട് അച്ഛനെ അന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്തത്. അച്ഛൻ ഒരുപാട് വേസ്റ്റിൽ ഇതായിട്ട്, അതായത് മൂത്ര വിസർജനം നടത്തി എനിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് എനിക്ക് അവിടുന്ന് പെട്ടെന്ന് അച്ഛനെ ശാരീരികമായിട്ടും ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഡിസ്ചാർജ് ചോദിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അച്ഛനെ മറ്റുള്ള എല്ലാ ശരീരങ്ങളെല്ലാം വൃത്തിയാക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം അച്ഛന് ഇളനീര്, ജ്യൂസ് എന്നിവ കൊടുത്ത് അത് അച്ഛൻ കഴിക്കുന്നുണ്ടായിരുന്നു. അതിന് സമയം ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് പകല് നമ്മൾ വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛനത് ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. അപ്പോഴത്തേക്ക് വീണ്ടും ആംബുലൻസിനെ വിളിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അവിടുന്ന് MRIയും ബ്ലഡ് സാമ്പിളും എടുക്കുകയും അതിൻ്റെ റിസൾട്ട് തരികയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം മെയിൽ വാർഡിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അഡ്മിറ്റ് ചെയ്ത് തൊട്ട് കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞ് ആ സമയം രാത്രി 11:45 അച്ഛൻ മരണപ്പെടുകയുണ്ടായി. എപ്പോഴാണ് ജില്ലാ ജഡ്ജിയുടെ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞില്ല? ജില്ലാ ആശുപത്രിയിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഐഡൻറ്റിഫിക്കേഷൻ ആരല്ല വിളിച്ചത്. ബന്ധുക്കളിൽ നിന്ന് ഒരു വിളി വന്നാണ് ഞാൻ പോയത്. ഇന്നടുത്ത് അച്ഛന് ഉണ്ട്, ദൂരോട്ട് അന്വേഷിക്കേണ്ട, അച്ഛൻ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്ന് അറിയിപ്പ് എനിക്ക് കിട്ടിയത്. ഞാനും എൻ്റെ ഭാര്യയുമാണ് അവിടെ പോയത്. അല്ല, മജിസ്ട്രേറ്റിന് മുമ്പിലാണ്. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കേണ്ടത് മിസ്സിംഗ് കേസിൽ കേസ് എടുത്തതിൻ്റെ സമയത്ത് FIR ഇട്ടതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് സാർ പറഞ്ഞായിരുന്നു. അത് ഈ കോമാവസ്ഥയിലായ ഒരു സാഹചര്യത്തില്ലേ? അതെ, കോമാവസ്ഥയിൽ ആയതുകൊണ്ട് സാറ് പറഞ്ഞു ഇതിൽ നിന്ന് റിക്കവറി ആവുന്ന സമയത്ത് അറിയിപ്പിച്ചാൽ മതി, നമുക്ക് സാറിൻ്റെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അത് ഹാജരാവാതിരുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഹാജരാവാവുന്നത് കാര്യം കോമ സ്റ്റേജിലായതുകൊണ്ടാണ്. നിലവിൽ ഈ മിസ്സിംഗ് എത്ര ദിവസം വെച്ചും മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു? മിസ്സിംഗ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല.
നമ്മൾ കാണാതായിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു മിസ്സിംഗ്? കാണുന്ന ഒരു ദിവസം, ഒരേ ഒരു ദിവസം. ഒരു പകല് പുലർച്ചെയാണ് അച്ഛൻ ഇത് സംഭവിക്കുന്നത്. അടുത്ത പുലർച്ചെ ഞാൻ അച്ഛനെ കണ്ടെത്തുകയും ചെയ്തു. ഈ പുലർച്ചെ തന്നെ ഈ ആക്സിഡന്റ് സംഭവിക്കണം. ആകർഷന്റെ ഒപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്? അതെ, തീർച്ചയായിട്ടും. എന്തെങ്കിലും സാധാരണ ആക്ടിവിറ്റീസ് എന്താണ് ഈ ടൈമിൽ? അച്ഛന് 6-7 മാസം കൊണ്ട് അച്ഛൻ്റെ ഒരു കാലിലൊരു വലിയ ഒരു മുറിവുണ്ടായത് തനിയെ കാലിൽ നീര് വന്ന് വ്രണമാവുകയും ആ വ്രണം അമിതമായി വളർച്ചയിലെത്തുകയും പിന്നെ അതിനുശേഷം ട്രീറ്റ്മെൻറ്റിലൂടെ, അതായത് NS ഹോസ്പിറ്റലിലെ ശുഭപ്രഭ സാറാണ് സർജൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 101% മുറിവ് ഉണങ്ങി. അതിനുശേഷം അച്ഛൻ ഉണങ്ങിയതിന് ശേഷവും അച്ഛന് സ്വാഭാവികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതായത് ഉറക്കത്തിൽ എണീറ്റ് നടക്കുക, സംസാരിക്കുക, ഓവറായിട്ട് സംസാരിക്കുക, പരിസരബോധമില്ലാതെ കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ വാർദ്ധക്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അത് വാർദ്ധക്യമായിട്ടുള്ള ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഒരു വിഭ്രാന്തിയായിട്ടുള്ള സംസാരം, മരണപ്പെടുമോ എന്നുള്ളൊരു ഭയം, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് എന്താ ഇങ്ങനെ കോമാ സ്റ്റേജിലിരുന്നു, ഇങ്ങനെ മരണപ്പെട്ടപ്പോഴത്തേക്ക് പിന്നെ അത് ഓൾറെഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയി. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പോസ്റ്റ്മോർട്ടത്തിൽ പോയി അത് ബോഡി നമുക്ക് കിട്ടിയതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ഒഴിവാക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിരുന്നു? അത് ഏതൊരു മക്കളും ചെയ്യുന്നൊരു ഇതല്ലേ, ഒരു അത്രയും ഏജുള്ള ഒരു മനുഷ്യനെ കീറി മുറിക്കേണ്ടെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും പോലീസിൻ്റെ നടപടിക്കും നല്ലതിന് വേണ്ടി എന്ന് അറിഞ്ഞപ്പോൾ അതിന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എപ്പോഴാണ് കൊണ്ട് കയറ്റിയത്? തിരിച്ചെപ്പോഴാണ് ഇവിടെ എത്തിയത്? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരു 11-12 മണിയോളം കൊണ്ടുപോയി 2 മണി 3 മണിക്ക് സമയത്ത് ബോഡി ഇവിടെ എത്തിക്കുകയാണ്. ഞായറാഴ്ച. അങ്ങനെ ചടങ്ങ് തുടങ്ങാൻ ആരംഭിച്ചു. പിന്നെ എന്താണ് വീണ്ടും അത് പോലീസിൽ നിന്നൊരു അറിയിപ്പുണ്ടായി, എത്രയും പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരു ഇത് കൊണ്ടുപോകണം, ഒരു രക്തസാമ്പിളും ഒരു ഹെയറിൻ്റെ സാമ്പിളും എടുക്കേണ്ടി വരും. അച്ഛന് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് സ്ട്രോക്ക് അല്ല, ഒരു ആക്സിഡൻ്റാണ് എന്നൊരു അറിയിപ്പ് കിട്ടുകയും അത് ഇൻവോൾവ് ആയിട്ട് അത് അന്നേരം തന്നെ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം മറവ് ചെയ്തതിന് ശേഷം ഇത് ശേഖരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ അത് ഈ ആക്സിഡൻ്റാണ് എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? ആക്സിഡൻ്റാണെന്ന് പോലീസ് മാത്രം, ഞാൻ ഇതുവരെ ഐഡൻറ്റിഫിക്കേഷൻ എനിക്കറിയില്ല. ഞാനിത് കണ്ടിട്ടുമില്ല, വിഷ്വൽ കണ്ടിട്ടുമില്ല. പോലീസ് പറഞ്ഞത് അങ്ങനെ ഒരു വിഷ്വൽ അവരുടെ കയ്യിലുണ്ടെന്നാണ്. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രൊസീജിയർ ഏകദേശം സെയിം ആണെന്നാണ് നമുക്കറിയുന്നത്, എൻ്റെ അറിവിലുള്ളത്. ശരിയാണെന്നറിയില്ല, എൻ്റെ അറിവിലുള്ളത്. അപ്പം അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ലേ ഉള്ളത്? അതിനെക്കുറിച്ച് പറയാനോ എനിക്ക് അതിനുള്ള അറിയില്ല. അപ്പോൾ ഹെയറിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയും കാര്യം പറഞ്ഞിട്ടാണ് ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും പാരിപ്പള്ളിയിലോട്ട് അച്ഛൻ്റെ ശരീരം കൊണ്ടുപോകേണ്ടി വന്നത് അല്ലേ?